നമസ്കാരം. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ക്രിസ്ത്യൻ അനുകൂല മാധ്യമങ്ങൾ പോലും. ക്രിസ്മസിന് ക്രൈസ്തവർക്കെതിരെ ഉണ്ടായ ആക്രമണങ്ങളിൽ വിമർശനവുമായാണ് സീറോ മലബാർ സഭയുടെ ഉടമസ്ഥയിലുള്ള ദീപിക നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചിരിക്കുന്നത്. വർഗീയവാദികൾ അഴിച്ചുവിട്ട ആക്രമണങ്ങൾ മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷാവകാശങ്ങൾക്കും എതിരെയാണ്. വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ മൗനം പുതിയതല്ല എന്ന് മുഖപ്രസംഗത്തിൽ ശക്തമായ വിമർശനമുണ്ട്. ബി.ജെ.പി. ഭരണകാലത്ത് ക്രൈസ്തവർക്കെതിരെ അനേകം ആക്രമണങ്ങൾ നടന്നുവെന്നും പ്രധാനമന്ത്രി മൗനം പാലിക്കുകയാണ് എന്നുമുള്ള ദീപികയുടെ പ്രസ്താവന ഇന്ന് രാജ്യത്ത് ചിലർ സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ നരേറ്റീവിന്റെ പകർപ്പ് മാത്രമാണ്. വസ്തുതകളെ അവഗണിച്ചും നിയമപരമായ നടപടികളെയും ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളെയും മറച്ചുവെച്ചുമുള്ള ഇത്തരം ആരോപണങ്ങൾ ഇന്ത്യയുടെ സാമൂഹിക ഐക്യത്തെയും മതസൗഹാർദ്ദത്തെയും ലക്ഷ്യമിട്ടുള്ള ബോധപൂർവമായ തെറ്റിദ്ധാരണാ പ്രചരണങ്ങളാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയും. തടയപ്പെടേണ്ടതിനെല്ലാം ഭരണകൂടം പിൻവാതിൽ പ്രവേശനം നൽകുന്നുവെന്നും രൂക്ഷമായ വിമർശനമാണ് ലേഖനം നടത്തുന്നത്. മതവർഗീയവാദികൾ അഴിച്ചുവിട്ട ആക്രമണങ്ങൾ മതസ്വാതന്ത്ര്യത്തിനും ന്യൂനപക്ഷാവകാശങ്ങൾക്കും എതിരെയാണെന്ന് ആവർത്തിക്കുന്ന ലേഖനം ഗോൾവാൾക്കർ മുതൽ മോഹൻ ഭഗവത് വരെ ഹിന്ദു രാഷ്ട്രത്തിനു വേണ്ടി പ്രസംഗിച്ചിട്ടും അത് ലക്ഷ്യം കാണാതെ പോയത് ഭരണഘടനാ കോട്ട പോലെ കവചം ഒരുക്കിയത് കൊണ്ടാണ് എന്നും പറയും. എന്നാൽ ആ കോട്ടയുടെ കാവൽക്കാർ ആകേണ്ടിയിരുന്ന ഭരണകൂടത്തിന്റെ നിശബ്ദതയാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് അതിരൂക്ഷ ഭാഷയിൽ ലേഖനം വിമർശിക്കുന്നു. പുറത്തെ ക്രിസ്തുമസ് അലങ്കോലമാക്കുമ്പോൾ പ്രധാനമന്ത്രി പള്ളിക്കുള്ളിൽ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു. ഇതെല്ലാം രാജ്യത്തെ പൗരന്മാരെ കാണിക്കാനല്ല, മറ്റു രാജ്യങ്ങളെ കാണിക്കാനാണ്. അല്ലെങ്കിൽ ആക്രമണങ്ങളെ അപലപിക്കുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്യാമായിരുന്നു. സംഘപരിവാർ ആഘോഷങ്ങളെക്കാൾ ന്യൂനപക്ഷങ്ങളെ ഭയപ്പെടുത്തുന്നത് ഈ നിശബ്ദതയാണ് എന്നും ദീപികയുടെ മുഖപ്രസംഗത്തിൽ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഇന്ത്യ ഒരു മതാധിഷ്ഠിത രാജ്യമല്ല, ഭരണഘടനാപരമായി ഒരു മതേതര ജനാധിപത്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന സർക്കാർ ഭരണഘടനയുടെ ആ ആത്മാവിനോട് കർശനമായി പ്രതിബദ്ധമാണ്. രാജ്യത്തെ ഏതെങ്കിലും ഭാഗത്ത് നിയമലംഘനങ്ങളോ ആക്രമണങ്ങളോ നടന്നാൽ അത് കുറ്റകൃത്യമായി കാണപ്പെടുന്നു എന്ന കാര്യം സംശയമില്ലാത്ത വാസ്തവമാണ്. മതത്തിന്റെ പേരിൽ അതിനെ ന്യായീകരിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാരിനില്ല. അത്തരം സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത് ക്രൈസ്തവരെ ആയാലും ഹിന്ദുക്കളെ ആയാലും മുസ്ലിങ്ങളെ ആയാലും നിയമത്തിന്റെ വഴി സ്വീകരിച്ച് കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കേണ്ടത് സംസ്ഥാന സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ്. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ ഫെഡറൽ ഘടനയിലാണ് പ്രവർത്തിക്കുന്നത്. ക്രമസമാധാനം, പോലീസ്, നിയമ നടപടി എന്നിവ പ്രധാനമായും സംസ്ഥാന സർക്കാരുകളുടെ അധികാര പരിധിയിലാണ്. അതിനാൽ ഒരു സംസ്ഥാനത്ത് സംഭവിക്കുന്ന കുറ്റകൃത്യങ്ങളെ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെയോ പ്രധാനമന്ത്രിയുടെയോ മൗനം എന്ന് ചിത്രീകരിക്കുന്നത് ഭരണഘടനാപരമായ അറിവില്ലായ്മയോ അല്ലെങ്കിൽ ബോധപൂർവമായ രാഷ്ട്രീയ കപടതയോ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷയും വികസനവും ലക്ഷ്യമിട്ട നിരവധി പദ്ധതികൾ നടപ്പിലാക്കിയിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹവും ഉൾപ്പെടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകൾ, അടിസ്ഥാന സൗകര്യ വികസനം, ആരോഗ്യ സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയിൽ ഒരുപോലെ പങ്കാളിത്തം ഉറപ്പാക്കിയിട്ടുണ്ട്. സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യം വെറും വാക്കുകളല്ല, ഭരണ നടപടികളിലൂടെ തെളിയിക്കപ്പെട്ട നയം തന്നെയാണ്. അതേസമയം ചില ഒറ്റപ്പെട്ട സംഭവങ്ങളെ പിടിച്ചുപറ്റി അതിനെ സംഘടിത ആക്രമണം എന്ന രൂപത്തിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം രാജ്യത്തെ സാമൂഹിക ബന്ധങ്ങളെ തകർക്കാനുള്ള അപകടകരമായ രാഷ്ട്രീയ കളിയാണ് എന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരും. ഇത്തരമൊരു ധാരണ അന്താരാഷ്ട്ര വേദികളിലും പ്രചരിപ്പിച്ച് ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന ലോബികൾ നിലനിൽക്കുന്നുവെന്നത് രഹസ്യമല്ല. അവർക്ക് കൈകൊടുക്കുന്ന ആഭ്യന്തര രാഷ്ട്രീയ ശബ്ദങ്ങളാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത്. പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നു എന്ന ആരോപണം തന്നെ വസ്തുതാ വിരുദ്ധമാണ്. രാജ്യത്ത് മതസൗഹാർദ്ദം തകർക്കുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ നിയമപരമായ നടപടികൾ ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി പലതവണ ആവർത്തിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഓരോ ഒറ്റപ്പെട്ട സംഭവത്തിലും രാഷ്ട്രീയ പ്രസ്താവനകൾ നിരത്തി അതിനെ വോട്ട് ബാങ്ക് ആയുധമാക്കുക എന്ന സമീപനം മോദി സ്വീകരിച്ചിട്ടില്ല. അതാണ് അദ്ദേഹത്തിന്റെ ഭരണശൈലി. വാക്കുകളെക്കാൾ പ്രവൃത്തിയെ മുൻനിർത്തുന്ന, നിയമവ്യവസ്ഥയെ രാഷ്ട്രീയവൽക്കരിക്കാത്ത സമീപനം. ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം രാജ്യത്തിന്റെ വിദ്യാഭ്യാസ, ആരോഗ്യ, സാമൂഹിക രംഗങ്ങളിൽ നൽകിയ സംഭാവനകൾ രാജ്യത്തിനറിയാം. ആ സമൂഹത്തെ സംരക്ഷിക്കേണ്ടത് ഭരണഘടനാപരമായ കടമയാണെന്ന് കേന്ദ്ര സർക്കാർ ബോധ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഏതൊരു മതവിഭാഗത്തെയും ലക്ഷ്യമിട്ടുള്ള അതിക്രമങ്ങളോടും സീറോ ടോളറൻസ് നയമാണ് കേന്ദ്ര സർക്കാർ പിന്തുടരുന്നത്. രാഷ്ട്രീയ ലാഭത്തിനായി രാജ്യത്ത് ഭയം വിതയ്ക്കുന്ന പ്രസ്താവനകൾ നടത്തുന്നത് എളുപ്പമാണ്. എന്നാൽ വസ്തുതകൾ പരിശോധിച്ച് ഭരണഘടനയുടെ ചട്ടക്കൂടിനുള്ളിൽ കാര്യങ്ങൾ വിലയിരുത്തുകയാണ് ഉത്തരവാദിത്വമുള്ള സമീപനം. നരേന്ദ്രമോദിയുടെ ഇന്ത്യ മതവൈരത്തിന്റെയോ വേർതിരിവിന്റെയോ രാജ്യമല്ല, വികസനത്തിന്റെയും നിയമവ്യവസ്ഥയുടെയും ശക്തമായ ദേശീയ ഐക്യത്തിന്റെയും ഇന്ത്യയാണ്. ആ സത്യത്തെ മറച്ചുവെച്ച് നടത്തുന്ന ആരോപണങ്ങൾ കാലത്തിന്റെ പരീക്ഷയിൽ തള്ളപ്പെടുക തന്നെ ചെയ്യും.